ഏറ്റവും മികച്ച കലാകാരന്മാരെ തേടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഏതായാലും വലിയ രീതിയിൽ ജനകീയവൽക്കരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫെസ്റ്റിവല്. അത് കൊല്ലത്ത്, നമ്മുടെ കൊല്ലത്ത് ഇത് വളരെ നാളുകൊണ്ട് കൊല്ലത്ത് സംഘടിപ്പിച്ചിരുന്ന കിഡിലൻ ഫെസ്റ്റ് നടക്കുകയാണ്. ലിയ സിനിമാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ 100 ചിത്രങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ഏകദേശം 38ഓളം സിനിമകളാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് പ്രൊമോട്ട് ചെയ്യുക, അതിലുപരി എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അവിടെ കൊടുക്കുന്നത് മേലിനെ പെരുക്കുക. നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിൽ സിനിമ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാനുള്ള താല്പര്യം മുന്നോട്ട് വെക്കുകയാണ്. ചെറിയ സിനിമകൾ എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്തണ്ട. ഈ ചെറിയ സിനിമകളിലും വലിയ ത്രെഡുകൾ നമുക്ക് കാണാൻ വലിയ സന്ദേശമാണ്. ഒന്നിനൊന്നും വെച്ചെല്ലാം കേട്ടോ, അടിപൊളിയായിട്ട് ഈ ജഡ്ജസ് എങ്ങനെ മാർക്കിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ടത്. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു ഉദ്ഘാടനം. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായിട്ട് പോകുന്നു. കാലാവസ്ഥയും വളരെ നല്ല അനുഗ്രഹമാണ്. ഷോർട്ട് ഫിലിം ഫെസ്റ്റുകളുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി കൊല്ലത്ത് സംഘടിപ്പിച്ചിരുന്ന കിഡിലൻ ഫെസ്റ്റ് നടക്കുകയാണ്. ലിയ സിനിമാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ ഗംഭീര കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ശരിക്കും ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻഷാദ് ലിയ സിനിമാസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇത്രയും ഗംഭീരമായിട്ടൊരു പ്ലാറ്റ്ഫോം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും നമ്മളത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് പ്രൊമോട്ട് ചെയ്യുക, അതിലുപരി എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇതിൽ വരുന്ന ഈ ഫെസ്റ്റിവൽ വരുന്നവരെല്ലാവരും അടുത്തൊരു സിനിമയുമായി ഒരു 2 മണിക്കൂറുള്ള ടീച്ചർ സിനിമയുമായി വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ അണിയറ പ്രവർത്തകരൊക്കെയാണ്. അണിയറ പ്രവർത്തകരല്ല, ഇതിനകത്ത് ഒരു മുതലാളി തൊഴിലാളി, നിങ്ങൾ ആദ്യമേ പറഞ്ഞില്ല ഒരു MP, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ചേട്ടനുണ്ട്, സതീഷ് മുണ്ടയ്ക്കൽ എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ ചിത്രമായിരുന്നു ഉദ്ഘാടന ചിത്രം. അപ്പോൾ ഒരു നിറഞ്ഞ സദസ്സിൽ എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫെസ്റ്റിവല്, അതും കൊല്ലത്ത്, നമ്മുടെ കൊല്ലത്ത്. അപ്പോൾ കൊല്ലത്തിനെ കുറിച്ച് പലതും പറയുന്നെങ്കിലും എല്ലാവരും അഭിമാനപൂരിതമായി നിൽക്കുന്നൊരു നേട്ടം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു ക്രൗഡൊക്കെ കണ്ടില്ലായിരുന്നു രാവിലെ. അപ്പോൾ അതുപോലെയാണ് ഏകദേശം 100ഓളം ചിത്രങ്ങളിൽ നിന്നാണ് ഞങ്ങൾ 38 സിനിമകൾ തിരഞ്ഞെടുത്തത്. അപ്പം ഈ 100 ചിത്രങ്ങളും മോശമായത് കൊണ്ടല്ല, അതിനകത്ത് മികച്ച മറ്റ് ചിത്രങ്ങൾ മോശമെന്നല്ല ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടിയുടെ അവാർഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും ഒരു ജഡ്ജസ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവർ നിർണ്ണയിക്കുമല്ലോ ഒരു അവാർഡ്. അതിന്റെ കേരളത്തിലെ പ്രഗത്ഭരായ ജഡ്ജിമാരാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ 31-ാം തീയതിയാണ് അവാർഡ് ദാനം, ആദരിക്കുന്ന ചടങ്ങ്. സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് 31-ാം തീയതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും വിളിക്കുകയാണ്. 31-ാം തീയതി ഈ വേദിയിൽ ഉണ്ടാവണം. ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് തന്നെ പറയും. നമ്മുടെ ലിയ സിനിമാസ്, ഈ സിനിമ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയായി നാളെ മാറുകയാണ് അല്ലേ? ഇത് ഇപ്പോൾ ഒരു വലിയൊരു കമ്പനിയായി നമ്മൾ രൂപപ്പെട്ടിട്ടില്ല, പക്ഷേ 100% ഭാവിയിൽ ഒരു വലിയൊരു കമ്പനിയായിട്ട് രൂപപ്പെടുന്നൊരു കമ്പനിയാണ്. സിനിമ കമ്പനി നിർമ്മിക്കും, അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ചെയ്യാൻ തന്നെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ സിനിമകളാണ്. ഉറപ്പായിട്ടും ഞങ്ങളിപ്പോൾ ഉടനെ ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷെ നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിൽ സിനിമ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. സിനിമ കാണാനെത്തിയ പ്രേക്ഷകരും ഇവരുടെയൊക്കെ സിനിമകളും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലിയ സിനിമാസിന്റെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് കൊല്ലത്ത് നടക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എൻ്റെ പേര് സീമ ഓസ്റ്റൻ, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം ഇങ്ങനെ ലിയ ഫിലിംസിൻ്റെ ഒരു ഷോർട്ട് മൂവി ഫെസ്റ്റ് ഇവിടെ നടക്കുന്നതെന്ന് അറിയിച്ച് വന്നതാണ്. 10ഓളം മൂവീസ് ഇപ്പോൾ കണ്ടു. അതിൽ കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷ തലത്തിൽ തന്നെ ഉള്ള മൂവീസായിരുന്നു. വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം വരുന്ന കലാകാരന്മാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഫെസ്റ്റ് നടത്തുമ്പം അവരെടുത്ത എഫേർട്ടിനൊരു ശരിക്കും ഒരു വിലയുണ്ടായിട്ട് എനിക്ക് തോന്നി. ഇപ്പം എന്നെ പോലെയുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും പിന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനിയും വരട്ടെ, ഇത്ര നല്ല ഫെസ്റ്റുകളൊക്കെ കൊല്ലത്ത് വരട്ടെ, പങ്കെടുക്കാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ. അതെ, എൻ്റെ പേര് സജീന, കൊല്ലമാണ്. എൻ്റെ സ്ഥലം ഇവിടെ കൊല്ലം തന്നെയാണ്. പിന്നെ ഈ ഫെസ്റ്റിവലിൽ നമ്മളെ 2 ഷോർട്ട് ഫിലിം സെലക്ട് ആയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ആദ്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരെണ്ണം ഉടനെ ഉണ്ട്. ഇപ്പം ഏകദേശം 10 എണ്ണം കൊണ്ട് കഴിഞ്ഞു. ഒന്നിനൊന്നും വെച്ചെല്ലാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ ജഡ്ജസ് എങ്ങനെ മാർക്കിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ടത്. ഷോർട്ട് ഫിലിം ആണെങ്കിലും വലിയ ത്രെഡുകളാണ്, നല്ല ത്രെഡുകളാണ്. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ത്രെഡുകളും ഉണ്ട്. പിന്നെ കുടുംബ പശ്ചാത്തലത്തിലുള്ളതുണ്ട്. അത് കൊച്ചുങ്ങൾ ഈ മയക്കുമരുന്നിന് ലഹരിക്കെതിരെ അടിമപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ കണ്ടന്റും ഉൾപ്പെട്ടതാണ് ഇപ്പൊ ഈ നടക്കുന്ന ഷോർട്സ്. അതായത് ഒരു കണ്ടന്റിന് 2.5 മണിക്കൂറിന്റെ ആവശ്യമില്ല ഒരു കണ്ടന്റ് നമ്മളിലേക്ക് എത്താൻ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് പൊലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് തന്നെ അധികമാണ്.
ആ കണ്ടിന് നമ്മൾ കണ്ടതിലൊരു എനിക്ക് തോന്നുന്നു ഒരു 8-9 മിനിറ്റോളം ഉള്ള ഒരു ഷോർട്ട് മൂവി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ഒരു നമ്മുടെ പ്രകൃതി സംബന്ധമായ നമുക്കിപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റാത്ത പക്ഷികൾക്കും മൃഗങ്ങൾക്കാണെങ്കിലും ഇനി അറ്റം കുഞ്ഞു മീനുകൾക്ക് പോലും പറ്റാത്ത തലത്തിലുള്ള ഒരു കാലാവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെറിയ ഷോർട്ട് മൂവി ഉണ്ടായിരുന്നു. അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഭയങ്കര ഫീലെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഫീൽ ഉണ്ടായിട്ടുള്ള ഒരു ശരിക്കും വിഷമം തോന്നി. 8 മിനിറ്റേ ഉള്ളൂ, അതിൽ പറഞ്ഞേക്കുന്ന സന്ദേശം വളരെ വലുതാണ്. അതാണ്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ഒരു വലിയ ഫിലിമിന്റെ ആവശ്യമില്ല. ഒരു സന്ദേശം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവരതിനെ സന്ദേശമാക്കി സ്വീകരിക്കാൻ, ആ സന്ദേശം സ്വീകരിക്കുന്നതിലൂടെ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഷോർട്ട് ഫിലിമുകൾ നൽകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ എത്തിയവരാണോ നിങ്ങൾ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിം അവിടെ കൊടുക്കുന്നത് മേലിൽ തന്നെ പെരുക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മള് പ്രതീക്ഷിച്ചതിന് അപ്പുറത്തായിരുന്നു ഇവിടെ ഞങ്ങൾ കണ്ടത്. ഇനി നടക്കുന്നത് അങ്ങനെ തന്നെ. ഇനി 31-ാം തീയതി അവാർഡ് ദാനമുണ്ട്, അതിനും നമ്മൾ വരുന്നുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. ഒരു അവാർഡ് വേറെ എനിക്കുണ്ടായിരുന്നു, ഞാൻ കാക്കാരശ്ശേടത്തിനകത്തുണ്ട്. അപ്പൊ അതിനകത്തൊരു അവാർഡ് മേടിക്കാൻ വന്നായിരുന്നു. അതുകൊണ്ട് വീണ്ടും വരാൻ പറ്റി. എങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ നമ്മുടെ നാടിന് എത്രത്തോളം എന്താ പറയാ നമ്മൾക്ക് സപ്പോർട്ടിങ് ആവുന്നു എന്നുള്ളതാണ്? എന്റെ ഷോർട്ട് ഫിലിം ഞാനിപ്പോൾ ചെയ്തത് 2 എണ്ണവും എന്റെ നാട്ടിലെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. എന്റെ നാട്ടിലുള്ളവർ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ കഥ എഴുതിയെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരിയാണ് ശാരിക സ്റ്റാലിൻ എന്നാണ്. പുള്ളിക്കാരി തന്നെ ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് അങ്ങനെ 2 ഭാഗ്യം എനിക്കുണ്ട്. ശരിക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ചെറിയ, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ കൊള്ളക്കടയിൽ ഇവിടം വരെ വന്ന് നല്ല രീതിയിൽ ഉദ്ദേശിച്ചതിനേക്കാളും രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ കൂട്ടി തന്നെ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 31-ാം തീയതി ഞങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ തന്നെ കഥ എഴുതി, ഞാൻ തന്നെ സംവിധാനം ചെയ്ത്, എൻ്റെ പ്രൊഡ്യൂസിങ്ങും എല്ലാം ചെയ്ത് കർമ്മചാരി എന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പം ഞാൻ ഇറക്കിയിരിക്കുന്നത്. അതിന് മുമ്പ് ഒരെണ്ണമുണ്ടായിരുന്നു, ഗുണ്ടാറജി എന്ന് കൊണ്ടൊരെണ്ണമുണ്ടായിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ കൂട്ട് 2-3 എണ്ണത്തിനകത്ത് ഹൃദയസ്പർശം. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ ഷോർട്ട് ഫിലിമിനകത്ത് റജിയുണ്ട്, റജിയുടെ ഷോർട്ട് ഫിലിമത്ത് ഞാനും ഉണ്ട്. ഞാനിപ്പോൾ അമൃത ചാനലിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിജയമായി. ലിയ സിനിമാസിന്റെ കോർഡിനേറ്റേഴ്സ് ആണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ശരിക്കും നമ്മുടെ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ രീതിയിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? ഏറ്റവും നല്ല ഒരു ചില മികച്ച കലാകാരന്മാർക്ക് ഏറ്റവും നല്ലൊരു അവസരം അതാണോ? അതാണ്. ഈ പിന്നെ സിനിമാ മേഖലയിൽ പിന്നെ ഒരുപാട് അറിയപ്പെടാത്ത കലാകാരന്മാരുണ്ട് കേരളത്തിന് അങ്ങോളം. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് നമ്മളിന്ന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള മാക്സിമം ആയിട്ടുള്ള ലക്ഷ്യം. അത്തരം ആളുകളെ നമ്മൾ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. നിലവിൽ ഇന്ന് എത്രത്തോളം സിനിമകളാണ്? ഇന്ന് ഏതാണ്ട് 40ഓളം സിനിമകൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ്. ഞങ്ങൾ ഒരു 20-25 സിനിമ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നല്ല പ്രോത്സാഹനമാണ് എല്ലാ മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് ഇതിനുവേണ്ടി കിട്ടിയിട്ടുള്ളത്. രാവിലെ എത്ര മണി മുതലായിരുന്നു? ഇത് രാവിലെ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു ഉദ്ഘാടനം. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായിട്ട് പോകുന്നു. കാലാവസ്ഥയും വളരെ നല്ല അനുഗ്രഹമാണ്. നിലവിൽ ഇത്രയും സമയമായിട്ടും ഏകദേശം പകുതിയോളം സിനിമകൾ തീർന്നു? ഇല്ല, ഏകദേശം ഒരു 10 സിനിമ. രാത്രിയെല്ലാം പോകാൻ പറ്റൂല. ഞങ്ങളുടെ പ്രതീക്ഷയില്ല. 11 മണിയൊക്കെ ആണ്. ശരിക്കും ഒരു ഫെസ്റ്റ് മാത്രമല്ല, വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഈ ചെറിയ ഷോർട്ട് ഫിലിം മേഖലയിലും ഉണ്ട്. അപ്പൊ ജഡ്ജസ് ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജഡ്ജസ് അവര് നല്ല രീതിക്കാണ് വിലയിരുത്തുന്നതെന്ന് വിശ്വാസമുണ്ട്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത്. കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം ചിലപ്പോ ഒരു ബിഗ് മൂവിക്കുള്ള ഒരു ത്രെഡെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടാവും അല്ലേ? ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 90-100-നടുത്ത് ചിത്രങ്ങൾ വന്നതിൽ നിന്നും 38ഓളം ചിത്രങ്ങൾ സെലക്ട് ചെയ്തെടുത്തത്. ആണോ? ഓക്കെ. അപ്പൊ 100 ചിത്രങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ഏകദേശം 38ഓളം സിനിമകളാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏകദേശം പകുതി ആയിട്ടുള്ളൂ അല്ലേ ചേട്ടാ? നേരത്തെ പറഞ്ഞ പോലെ ഒരു 11 മണിയൊക്കെ കഴിയും. ഈ ഷോർട്ട് മൂവി നമ്മൾ ഇത്രയും വഴിയായിട്ട് കൊണ്ടുവന്നത് കേരളത്തിൽ ഇത്രയും വലിയൊരു, ഞാൻ പല ഫെസ്റ്റിവലിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ ഷോർട്ട് മൂവി എന്ന് പറയുന്നത് വളരെ ഭയങ്കര എഫക്റ്റീവ് ചെയ്തെടുക്കുന്ന പ്രോജക്റ്റുകളാണ്. ഇത് മാർക്കറ്റ് ചെയ്യാൻ പോലും ആരും കാണുന്നില്ല. അപ്പം അതിന് യഥാർത്ഥത്തിൽ ആ ഷോർട്ട് മൂവി മേക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുവാനും ഷോർട്ട് മൂവിയെ ജനകീയവൽക്കരിക്കുന്ന ഭാഗമായിട്ടാണ് ഇത്രയും വൈഡായിട്ട് ഒരു നോമിനേഷൻ ബേസിലായിരിക്കും അവാർഡ് ഡിക്ലറേഷൻ വരുന്നത്. സാധാരണ ഒരു ഷോർട്ട് മൂവി മത്സരം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നാക്ക് ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിലെല്ലാം മാറ്റിക്കൊണ്ട് ഒക്കെ പ്രൊഫഷണൽ രീതിയിൽ അന്ന് നോമിനേഷൻ ബേസിലായിരിക്കും
ഇതിന്റെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവാർഡ് പ്രഖ്യാപനമൊക്കെ എത്രാം തീയതിയാണ്? അത് 31-ാം തീയതി വൈകിട്ട് 4:30 മണി തൊട്ടാണ് ഇതിന് അവാർഡ് നൈറ്റ് മെഗാ ഇവന്റ്. മന്ത്രി ചുന്തുരാണി മാഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ സിനിമ സീരിയൽ മേഖലയിൽ നിരവധി കലാപ്രതിഭകൾ പങ്കെടുപ്പിച്ചുകൊണ്ട്, ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് മൂവിയെ നമ്മളെ ജനകീയവൽക്കരിക്കുന്ന ഭാഗമായിട്ടാണ് ഇത്രയും കഷ്ടപ്പാടും. ഇത് 1-2 ദിവസം തുടങ്ങുന്ന പരിപാടിയല്ല. ഇത് വളരെ നാളുകൊണ്ട് ഞങ്ങൾ കഠിന പരിശ്രമത്തോടെ ഇതിന്റെ പിന്നിൽ തന്നെ ആയിരുന്നു, നല്ല കഠിന പരിശ്രമം. അപ്പൊ അതിന്റെ ഒരു ഫലം കാണാൻ പോവുകയാണ്. ശരിക്കും ചെറിയ സിനിമകൾ എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്തണ്ട. ഈ ചെറിയ സിനിമകളിലും വലിയ ത്രെഡുകൾ നമുക്ക് കാണാൻ വലിയ സന്ദേശമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത. ഇപ്പം തന്നെ ഞങ്ങൾ ഈ സിനിമകൾ ഇത്രയും വന്നു, ഞങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമകളും നമ്മൾ തിയേറ്ററിൽ ഓടുന്ന സിനിമകൾക്ക് പോലും ചില സമയം കണ്ടന്റ് കാണത്തില്ല. സംഭവം കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് എടുക്കുന്നു. പക്ഷെ ഇത് സംഗതി 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ളതിനകത്ത് നല്ല മെസ്സേജുകൾ, വളരെ നല്ല മെസ്സേജ്. നമ്മൾ തീർന്നു പോയല്ലോ എന്നൊരു വിഷമമാണ്. പിന്നെ സിനിമകൾ അത്രത്തോളം ആത്മാർത്ഥതയോടെ മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? 5 മിനിറ്റെങ്കിൽ 5 അതുകൊണ്ട് സംവിധായകൻ സതീഷ് മുണ്ടക്കൽ സാറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പിന്നെ സിനിമയായിരുന്നു ഉദ്ഘാടന സിനിമയായിട്ട് കളക്ടർ ഉദ്ഘാടനം ചെയ്തു സിനിമ. എന്നത് നമുക്കറിയാം ഷോർട്ട് മൂവിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എത്താൻ വേണ്ടിയാണ് 10-25 വർഷത്തെ കഠിന പരിശ്രമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ഷോർട്ട് മൂവി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമ്മളിത് കണ്ടക്ട് ചെയ്തത്. പിന്നെ പല പല സ്ഥലങ്ങളിൽ ഞാൻ ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ട്. സാധാരണ ഒരു 4-5 പേരിരിക്കും, ഒരു പ്രോജക്റ്റിലിട്ട് സിനിമ കാണും, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നല്ല ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ നമ്മളെ ഭീമൻ സാർ അവിടെ വരുന്നുണ്ട്. പിന്നെ അദ്ദേഹമാണ് മികച്ച നടനുള്ള മൊമെൻ്റ് തരുന്നത്. അദ്ദേഹം പിന്നെ ആദ്യം നിന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിനോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം അങ്ങനത്തെ നല്ല നല്ല കലാപ്രവർത്തനം തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഇതേപോലത്തുള്ള ഷോർട്ട് മൂവിയെ പ്രവർത്തകർക്ക് നല്ല നല്ല അവസരങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ്. ഏറ്റവും മികച്ച അവസരങ്ങൾ തേടി അല്ലെങ്കിൽ ഏറ്റവും മികച്ച കലാകാരന്മാരെ തേടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഏതായാലും വലിയ രീതിയിൽ ജനകീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മളോട് പങ്കുവച്ചത്.